മാർച്ച് 27 എന്ന് പറയുന്നത് കേരളത്തിലെ എന്നല്ല, ലോകം മൊത്തമുള്ള മലയാളികൾ എന്നല്ല, ഈ ഇന്ത്യൻ സിനിമ ഇഷ്ടപ്പെടുന്നവർ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് മാർച്ച് 27. കേരളം സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഇന്ത്യൻ സിനിമ. അതെ, പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു ഹൈപ്പായി മാറുന്ന സിനിമയാണ് എമ്പുരാൻ. ലൂസിഫർ 3 ആണെന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാം, എന്നാൽ അല്ലെന്നും പറയുന്നുണ്ട്. കേരളത്തിൻ്റെ കുറച്ച് കഥകളും മറ്റു കഥകളുമായി സംയോജിപ്പിച്ചുള്ള ഒരു ഹോളിവുഡ് സിനിമയാണ് എമ്പുരാൻ. ഇത് നോർത്തേൺ ഇറാഖാണ് കാണിക്കുന്നത്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളും 3-4 മറ്റ് രാജ്യങ്ങളും കൂടെ ചേർത്തുള്ള ഒരു ഇതാണ്. ഇറാഖ്, UK അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ, അതായത് ഇതിൻ്റെ ഓരോ ഫ്രെയിമും കാണുമ്പോൾ നമുക്കൊരു മലയാളം ടച്ച് എന്ന് തോന്നത്തില്ല. എന്നാൽ മലയാളത്തിൻ്റെ ചെറിയ കഥകളൊക്കെ ഇതിനതിൽ വരുന്നുണ്ട്. ലൂസിഫറിൻ്റെ സെക്കൻഡ് കണ്ടവർക്ക് മാത്രമല്ല ഇത് കാണാൻ പറ്റുന്നതെന്ന് ഒരവകാശമുണ്ട്. എന്നാൽ ലൂസിഫർ 3 ആണെന്ന് പറഞ്ഞത്. ഇതിനകത്തുള്ള ട്രെയിലറിൽ ഈ കാണിക്കുന്നതെല്ലാം ലൂസിഫറിൻ്റെ ഡയലോഗുകളാണ്. എന്താ ഫ്രെയിം, ഓരോ ഫ്രെയിമിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കളർ സാച്ചുറേഷനും അതുപോലെ ഒരു ഫ്രെയിമിൻ്റെ ഒരു കമ്പോസിങ്ങും ഒക്കെ ഇതിനകത്തിൽ ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാവുന്നതാണ്. അരെ വാ, ഹെലികോപ്റ്റർ വന്നിറങ്ങി. എൻ്റെ ദൈവം, ലാലേട്ടൻ്റെ ഡയലോഗ് എവിൽ ആൻഡ് എവിൽ, യുദ്ധം തിന്മയും തമ്മിൽ. മമ്മൂട്ടി എപ്പോഴും വലിയ ഹാസ്യ നടൻ എന്നൊരു സ്റ്റേജ് പെർഫോം ചെയ്യുന്നതെല്ലാം വളരെ ആൾക്കാരെ ചിരിപ്പിച്ചുകൊണ്ട് സദസ്സിനെ കയ്യിലെടുക്കുന്ന ഡയലോഗാണ്. കേട്ടോണേ. ഈ ചെറിയ പടം എടുക്കുമെന്ന്, ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഇതിൻ്റെ പിന്നെ പറഞ്ഞിട്ടൊരു വലിയ പടം ഇനി ചെയ്യണമെന്ന് രാജു പറയുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു അടിപൊളി ഇത്രയും ഒരു ഇവൻ്റ് ആശീർവാദ് സിനിമാസിൻ്റെ 25 വർഷം തികയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഫങ്ഷൻ വെച്ചിട്ടാണ് ഇന്നത്തിൽ ചെറിയ ആർട്ടിസ്റ്റ് മുതൽ ഏറ്റവും വലിയ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ലാലേട്ടൻ, അതുപോലെ മമ്മൂക്കയും ചേർന്നൊക്കെ ഉള്ളൊരു ഇവൻ്റ് എന്ന് പറയുമ്പം എന്ത് സർപ്രൈസിങ് ആയിരിക്കും എന്നുള്ള നമ്മൾ പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ ടീസറിൽ കാണുന്ന കണ്ടോ, ഇതൊക്കെ എവിടെയാണെന്ന് ഒരു പിടിയില്ല. ശരിക്കും ഒരു ഇംഗ്ലീഷ് ടച്ചാണ് ഇതിനകത്തിൽ കാണുന്നത്. പക്ഷെ കേരളത്തിൻ്റെ സ്റ്റോറി ഉണ്ടെന്ന് പറയുന്നെങ്കിലും നമുക്കിതിൻ്റെ ഒരു ടീസർ കണ്ടിട്ടൊന്നും ട്രെയിലറൊന്നും കണ്ട് നമുക്കിതിനെ ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല. തിയേറ്ററിൽ പോയി കാണണം. മാർച്ച് 27 എന്ന് പറയുന്നത് കേരളത്തിലെ എന്നല്ല, ലോകം മൊത്തമുള്ള മലയാളികൾ എന്നല്ല, ഈ ഇന്ത്യൻ സിനിമ ഇഷ്ടപ്പെടുന്നവർ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് മാർച്ച് 27. എന്ത് വിപ്ലവമാണ് ഈ സിനിമ സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് ഇതൊന്നും കണ്ട് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഇതെല്ലാം കാത്തിരുന്ന് കാണാം. എൻ്റെ അമ്മ, എന്താ ഫ്രെയിം! ഹെലികോപ്റ്റർ ഇത് വരുന്ന, അതിനോടൊപ്പം ഒരു കുരിശിൻ്റെ ഒരു ഇത്, പള്ളിയുടെ ഒരു ഇതിങ്ങനെ കാണിക്കുകയാണ്. ഒരു ഫോഗ്, അവിടെ ഫോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആശമാതിരി വന്നിട്ട് അതിൽ നിന്നാണ് ആ ഫ്രെയിമൊക്കെ വരുന്നത്. ലാലേട്ടൻ്റെ കൈയൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആദ്യത്തെ ഒരു ഫ്രെയിം ലൂസിഫറിൻ്റെ ഒരു
തേർഡ് പാർട്ട് എന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ ആ ഒരു ഡയലോഗുകളൊക്കെ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലാലേട്ടൻ ബ്ലാക്കൊക്കെ ഇട്ടാണ്. എന്തിനകത്ത് ഈ പൃഥ്വിരാജൊക്കെ ആണെങ്കിലും ബ്ലാക്കിൻ്റെ ഒരു തീമാണ് കൂടുതൽ ഇതിനകത്ത് കാണുന്നത്. കണ്ട ഗ്ലാസ്സൊക്കെ വെച്ച് നാട്ടി പൊളിക്കും മോനെ. ഇതൊരു VFXൻ്റെ ഒരു കളിയാണ്. ആ ഹോഴ്സിൻ്റെ ഇതിൽ ഒരു ബേൺ ചെയ്തോ എന്നൊക്കെ ഭയങ്കര ഒത്തിരിയും എത്ര മാസങ്ങളാണ് 18 മാസമോ എങ്ങോട്ടൊക്കെയാണ് ഇതിൻ്റെ മൊത്തം ടൈം എടുത്തെന്ന് പറഞ്ഞത്. സുഭാസ്കരനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, മുരളി ഗോപിയാണ്, ആൻ്റണി പെരുമ്പാവൂരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ മുരളി ഗോപിയുടെ സ്റ്റോറി, തിരക്കഥ എല്ലാം മുരളി ഗോപിയാണ്. ഇതിനകത്തിൽ എന്ത് പറഞ്ഞാലും ഈ സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഈ ഇന്ത്യൻ സിനിമയുടെ ഒരു വേരുറപ്പിക്കുന്ന ഒരു ഡയറക്ടർ എന്ന നിലയിലുള്ള ഒരു പടമായി ഇത് മാറും. അത് തർക്കമില്ല. സിനിമയുടെ സ്റ്റോറിയും മറ്റു കാര്യങ്ങളും നമ്മൾ തിയേറ്ററിൽ പോയി കാണും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ലാലേട്ടൻ്റെ കാര്യം പിന്നെ എന്ത് പറയാനല്ല ലാലേട്ടനെ കുറിച്ച്. അതിനകത്ത് ഒന്നും പറയാനില്ല. ലാലേട്ടനല്ല ഇതിനകത്തിൽ ഹൈപ്പാകുന്നത്. ഇതിനകത്തിൽ ശരിക്കും പൃഥ്വിരാജ് സുകുമാരനാണ്. ഇത്രയും കാര്യം പുള്ളി ടെക്നിക്കലി എല്ലാം ഉണ്ടല്ലോ, ഓരോ ക്യാമറയും ഓരോ സ്പെക്സും ടെക്നിക്കലി വളരെ ഇന്നെന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുള്ളി അദ്ദേഹത്തിൻ്റെ ഓരോ ഈ സ്പീച്ച് കേൾക്കുമ്പോഴും ഓരോ ഫ്രെയിമിൻ്റെ കാര്യങ്ങൾ പുള്ളി കാണുന്നത്, പുള്ളി ഒരു അഭിനയ ജീവിതം തുടങ്ങുമ്പോഴും ഇത് പുള്ളിയുടെ മനസ്സിൽ പുള്ളി ഇത് ചെയ്താൽ എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പുള്ളിയുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നും ഇങ്ങനൊരു പെട്ടെന്നൊന്നും ഈ ഒരു രീതിയിലേക്ക് പൃഥ്വിരാജിന് വരാൻ സാധിക്കില്ല. എന്തായാലും തിന്മയും തമ്മിലുള്ള ഒരു കളികളാണ് ഇതിനകത്ത് എമ്പുരാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നല്ല ഒരു ട്രെയിലറാണ് ഇറങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ശരി, ലാലേട്ടനാണേലും മമ്മൂട്ടിയാണേലും ഈ ഒരു പൃഥ്വിരാജിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 2 സിനിമകൾക്ക് ശേഷമുള്ള ഒരു ഡിറക്ഷനും അഭിനയവും ഇതിനകത്തിൽ നിരവധി അഭിനേതാക്കളുണ്ട്. മഞ്ജു വാര്യർ, ടോവിനോ, അങ്ങനെ ഒരു അഭിനയ നിര തന്നെ ഉണ്ട്. ഇതിനകത്തിലെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഹോളിവുഡ് സ്റ്റൈല്, ഒരു ഇംഗ്ലീഷ് ടച്ചാണ് ഓവറോൾ കാണാൻ പറ്റുന്നത്. ലാലേട്ടനൊക്കെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു സംവിധാനത്തിലെ മലയാള സിനിമയുടെ ഒരു മാറ്റമാണ് ഇനിയും അങ്ങോട്ട് കാണാൻ നമ്മൾ പോകുന്നത്. ഇതുവരെയുള്ള ഒരു ഡയറക്ഷൻ നമുക്കറിയാം. നമ്മൾ ഒരു കാലത്ത് സത്യനന്ദിക്കാടിൻ്റെയും അതുപോലുള്ള സിനിമകളൊക്കെ കണ്ട് ഒരു കേരളത്തിൻ്റെ ഒരു തനത് സ്റ്റൈലിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു ചേഞ്ചാണ് ഈ 2025 സംഭവിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ വിജയം. ഒരു കേരള സ്റ്റോറി എന്ന് നമുക്ക് കേരളത്തിലെ പൊളിറ്റിക്സൊക്കെ അല്പം കയറുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു നമ്മുടെ ഭാരതത്തിലെ ഏത് സ്റ്റേറ്റിലെ ആൾക്കാർക്കും അവരുടെ മനസ്സിലേക്ക് കയറുന്ന ഒരു വിഷ്വലൈസും അതുപോലെ സ്റ്റോറിയുമാണ് ഇതിൻ്റെ എന്നുള്ളത് തർക്കമില്ല. ഇതൊരു എമ്പുരാൻ്റെ ഇനിയും എത്ര ഫെബ്രുവരി ആയുള്ളൂ, തുടങ്ങാൻ പോവുകയാണ്. ജനുവരി തീരാൻ പോകുന്നു. ഫെബ്രുവരി, മാർച്ച്, ഈ 27 വരെ, നമ്മൾ മാർച്ച് 27 വരെ ഇതിൻ്റെ ബാക്കി എന്താണ് ഈ ട്രെയിലർ വെച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ശരി, ഇതിൻ്റെ ഒരു ടച്ച് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലാണ്, ഒരു ഹോളിവുഡ് ടച്ചാണ് എന്നുള്ളത് തർക്കമില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് തിയേറ്ററിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.